നമുക്കൊക്കെ പ്രിയങ്കരനും ബഹുമാനും ആദരണീയമായ എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു താങ്ങായി തണലായി നിൽക്കുന്ന ബഹുമാനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ ജനറൽ സെക്രട്ടറി, ഞാൻ ഏത് കാര്യങ്ങളും എപ്പോഴും ആശയവിനിമയം നടത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കും ഇങ്ങോട്ടും സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അമീദ് മാസ്റ്റർ MLA, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഗഫൂർ കുർമാടൻ, മലപ്പുറം ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി പ്രിയപ്പെട്ട അജീഷ് അഡാരത്ത്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഫറു, പ്രിയപ്പെട്ട KPC മെമ്പർ MP മുഹമ്മദ് സാഹിബ് അടക്കമുള്ള വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട UDFൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, ഞാൻ സുദീർഘമായി ഒന്നും പ്രസംഗിക്കുന്നില്ല. 2011 സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ സെയ്ദ് അലി ശിഹാബ് തങ്ങളും, അതുപോലെ തന്നെ അന്നത്തെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായ ബഹുമാനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും എന്നെ ഏറനാട് നിയോജകമണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഞാൻ തങ്ങളെ പറയാൻ കാരണം, ഞാൻ 2009-10 കാലഘട്ടത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ കേരള ഹൗസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങാം. അപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് തങ്ങളുണ്ട്, ഞാനുണ്ട്, അന്ന് അഹമ്മദ് സാഹിബ് മന്ത്രിയാണ്. അങ്ങനെ കേരള ഹൗസിൽ ഇറങ്ങുമ്പം എന്നെ ഒരു പത്രക്കാരൻ ചോദിച്ചു, അങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ അതാരാണ് വെച്ചാൽ, അത് ഞങ്ങൾ അടുത്ത പ്രാവശ്യത്തെ ഏറനാട്ടിലെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു അന്ന് ദീർഘവീക്ഷണത്തോട് കൂടി പറഞ്ഞത് ബഹുമാനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഞാൻ അപ്പം തങ്ങളെ കഴിവ് എന്താ തങ്ങളെങ്ങനെ കഴിച്ചു, പിന്നെ ഒരു കൊല്ലമുണ്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് എല്ലാ കാര്യത്തിലും തങ്ങൾ വളരെ താങ്ങായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് പറയുന്നത്, ഞാൻ 2011 ഈ നിയോജകമണ്ഡലത്തിലേക്ക് എൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു വരുമ്പോൾ ഒരു അവികസിത പ്രദേശമായിരുന്നു. അന്ന് ഞാൻ ഊർങ്ങാട്ടി പഞ്ചായത്തിലേക്കും ചാലിയാർ പഞ്ചായത്തിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ 4 വീൽ വണ്ടിയിലായിരുന്നു പോയിരുന്നത്. ഇന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, നിങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയും, എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ പാലക്കയം ആദിവാസി കോളനി വെറ്റിലക്കൊല്ലി കോളനിക്ക് വരെ മാരുതി കാറിലേക്ക് പോയി എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മണ്ഡലത്തിൽ എല്ലാ അർത്ഥത്തിലും വികസനം എത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്, നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി സാധിച്ചു എന്നുള്ളത്, എൻ്റെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടെ. വികസനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, എല്ലാ പഞ്ചായത്തുകളും എല്ലാ മെയിൻ റോഡുകളും റബ്ബറൈസ് ചെയ്തു, പഞ്ചായത്തുകളുടെ റോഡുകൾ റബ്ബറൈസ് ചെയ്തു, ആരോഗ്യരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കി. ഊർങ്ങാട്ടി പഞ്ചായത്തിൽ ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ എപ്പോഴും 4 വീലിൽ പോകണം മരിക്ക്, രാവിലെ പോയാൽ വൈകുന്നേരം വരാൻ കഴിയുള്ളൂ. ഇപ്പോൾ തിരട്ടമെന്ന് പോയാൽ 15 മിനിറ്റ് അവിടെ എത്തി അരമണിക്കൂർ കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുന്നതിലുള്ള റബ്ബറൈസ് ചെയ്ത റോഡുകളൊക്കെ എല്ലാ മേഖലയിലും വന്നു. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചോദിച്ചു. ഒരു ക്യാൻസർ ആശുപത്രി, ഈ അഭിമാനത്തോടു കൂടി പറയാം, എൻ്റെ മകൾക്ക് 1996 കാലഘട്ടത്തിൽ SSLC പഠിക്കുമ്പോൾ ക്യാൻസർ രോഗം ഉണ്ടായി. ഞാൻ നീണ്ട 4.5 കൊല്ലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. 2001 എൻ്റെ മകൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വാപ്പ 1991 ക്യാൻസർ രോഗത്തോടു കൂടി മരിച്ചു. ഞാൻ മകളുടെ അസുഖത്ത് വന്നപ്പോഴാണ് ഇതിന് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ഇത് വന്നാൽ സാധാരണക്കാരൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ എനിക്കൊരു അധികാര സ്ഥാനം കിട്ടിയപ്പോൾ 2011 ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വന്നപ്പോൾ 2015 ഞാൻ ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞത് നോക്കുന്നതാണ്. അപ്പോഴേക്കും ആ ഗവൺമെൻറ് പോയി. പിന്നീട് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വന്നു. സംസ്ഥാനത്ത് ആദ്യമായി സീരിയാജി ചാരിറ്റീസ്, ഗവൺമെൻറ്, മലബാർ ക്യാൻസർ ഇങ്ങനെ ട്രൈപാർട്ടി എഗ്രിമെൻറ്റിൽ എടവണ്ണയിൽ ആധുനിക രീതിയിലുള്ള ഒരു ക്യാൻസർ ആശുപത്രി, 3 ഡോക്ടർമാരെയും 2 സ്റ്റാഫ് നേഴ്സിനെയും ഒരു ലാബ് ടെക്നീഷ്യനെയും സർക്കാർ തരും. ബാക്കിയുള്ള അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ചെലവുകളൊക്കെ സ്വീകരിച്ച് ഇന്ന് മലപ്പുറം ജില്ലയിൽ 30 ആളുകൾക്ക് ഡെയിലി കീമോതെറാപ്പി സൗജന്യമായി നൽകുന്ന, മാമോഗ്രാം സൗജന്യമായി നൽകുന്ന, അൾട്രാസൗണ്ട് സൗജന്യമായി കൊടുക്കുന്ന, ലാബ് സൗകര്യം സൗജന്യമായി ഒരു ക്യാൻസർ ആശുപത്രി കേരളത്തിലുണ്ടെങ്കിൽ അത് എടവണ്ണ സീരിയാജി ക്യാൻസർ ആശുപത്രിയാണ്. നിങ്ങൾക്ക് അഭിമാനത്തോടെ രോഗം ആർക്കും വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ സീരിയാജി നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പറഞ്ഞു ഒരു ഡയാലിസിസ് ഉണ്ടാകും, സീരിയാജി ഡയാലിസിസ് എടവണ്ണയിൽ തുടങ്ങി ദിവസം 18 ആളുകൾക്ക് ഡയാലിസിസ് സൗജന്യമായി നൽകുന്ന സംവിധാനം. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നമുക്ക് എല്ലാ അർത്ഥമുണ്ട്. ഇനിയിപ്പോൾ അവസാനം വന്നു അരീക്കോട് ഒരു താലൂക്ക് ആശുപത്രി, 2.25 ഏക്കർ സ്ഥലം എടുക്കാൻ കിഫ്ബിന്ന്
അതിന് 3 കോടി റുപ്യ. 104 കോടി രൂപയുടെ 1,00,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആധുനിക രീതിയിലുള്ളൊരു ആസ്പത്രിയാണ് അരീക്കോട് താലൂക്ക് ആസ്പത്രിക്ക് വരുന്നത്. എല്ലാ അർത്ഥത്തിലും കിപ്പിൻ്റെ ഡയറക്ടർ ബോർഡ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി അംഗീകരിച്ചു. തുടർ പ്രവർത്തനത്തിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അധികാരപ്പെടുത്തി. എല്ലാ 80% നടപടി പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 3-4 മാസം കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. വികസനം മാത്രമല്ല, ക്ഷേമം, കരുതൽ, കാരുണ്യം, അതാണ് എൻ്റെ പാർട്ടിയുടെയും എൻ്റെ നേതാക്കന്മാരുടെയും ഒക്കെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് ഒരു ചെറിയ ധാരാളം നിങ്ങൾക്കറിയാം. കാരണം ഞാൻ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നടക്കൂലെങ്കിൽ നടക്കൂല. അത് കേൾക്കുമ്പോൾ ആൾക്കാർ ഒരു കാര്യം പറയാം, 5% നെഗറ്റീവും അല്ല 95% നെഗറ്റീവും ഒരു 5-10% ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ PK ബഷീർ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നടത്തിത്തരും. 100% നെഗറ്റീവാണെന്ന് വിചാരിക്കുന്നൊരു കാര്യം ഞാൻ ഏൽക്കൂല. അതിൻ്റെ കയ്യിൽ എൻ്റെ വാപ്പ, ഞാൻ 1982-87 കാലഘട്ടത്തിൽ എടവണ്ണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാകും. തറവാട് വീട്ടിൽ ഞങ്ങളെല്ലാവരും താമസിക്കുമ്പോൾ ഒരാൾ എടുത്തു വന്നു. അപ്പോൾ അയാളോട് പോയി, ഞാൻ ഒറ്റയ്ക്ക് അപ്പുറത്ത് നിന്ന് സംസാരിക്കും. അല്ല വാപ്പനെ വിളിച്ചോണ്ട് ചങ്ങ ഇവിടെ മാറുന്നു. മോഹത്തിന് 2-3 പ്രാവശ്യം ഇവിടെ ഒന്ന് കയറുന്ന വെച്ച്. എന്താ സംഗതി വെച്ച്, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ ഇടണം. ഇതാക്കാൻ അറിയാലോ, അന്ന് 2,000 റുപ്യ ആൾജമ, 5,000 റുപ്യ രജിസ്ട്രേഷൻ, അതിന് 450 റുപ്യ. അപ്പോൾ ഞാൻ എന്താ വെച്ച്, അത് ആളെ കല്യാണം ഉണ്ട്, അതിന് കൊടുക്കണം, അതിന് കുറച്ച് പേപ്പർ വെച്ച്. എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു മനുഷ്യൻ കൊണ്ട് വിലയ്ക്ക് വരുമ്പോൾ അത് നടക്കുന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. നീ ഓൻ്റെ പിരാക്കം കേൾക്കാൻ നിൽക്കണ്ട. ഓൻ 2 റുപ്യ 5 റുപ്യ നീ കടം വാങ്ങിയിട്ടേക്കാനും വരും ഉണ്ട്. നടക്കുന്നുണ്ടെങ്കിൽ നടക്കുമെങ്കിൽ നടക്കും. ഞാൻ അവിടുന്ന് പഠിച്ചത്. എൻ്റെ രാഷ്ട്രീയ ഗുരു എൻ്റെ വന്യനായ പിതാവ് സീരിയാജിയാണ് എന്നുള്ളത്. സാധാരണക്കാരൻ്റെ ഉൾവിളികളും വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. വാപ്പാരങ്ങളെല്ലാവരും നെഞ്ചോട് എത്തി, മകൻ ഇങ്ങളും നെഞ്ചോട് എത്തി. അപ്പം നമുക്ക് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കണം. നമുക്ക് വികസനം അങ്ങനെ നടക്കും, പക്ഷേ ക്ഷേമം, കരുതലുണ്ട്. നമുക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഏറനാടിനെ നമുക്ക് മുൻനിരയിൽ കൊണ്ടുവരണം. ഒരു കാലഘട്ടത്തിൽ ആരാൻ്റെ വിറകെട്ടികളും വെള്ളം കോഴികളുമായിരുന്ന ഒരു സമൂഹം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മൾ വന്നു. ഇന്ന് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അഭിനന്ദിച്ച ഒരു സ്ഥാപനം നടക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ ഉള്ളത് ഇൻ്റർവെൽ എന്നത് അരീക്കോടാണ്. അപ്പോൾ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിനൊക്കെ നമുക്ക് വേണം. ഞാൻ കൂടുതലൊന്നും പറയില്ല. ഞാൻ എപ്പോഴും നിങ്ങളെ കാണണം. 15 കൊല്ലമായി. ഞാൻ അതിന് 5 കൊല്ലം ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. എല്ലാവരും ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്നാണ് എനിക്ക് ചോദിക്കാമല്ലോ. ഒരു MLA, ഒരു സ്ഥാനാർത്ഥി, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കും. അതുകൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പിൽ, എൻ്റെ പ്രചരണത്തിൽ, എൻ്റെ മറ്റ് കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ സഹായം ഉണ്ടാകണം. എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കണം. ഏറനാടിന് റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകണം. നമ്മൾ വിചാരിച്ചാൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കാം. അത് നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നമായ കോണിയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. എൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. തങ്ങൾ പറഞ്ഞു വയനാട് ചൂരന്മല മുണ്ടക്കൈ ദുരിതബാധിതം, അവിടെയൊക്കെ പോയി നോക്കണം. സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ കാണണം. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും ഞങ്ങളവിടെ സ്ഥലം എടുപ്പെടുത്തപ്പം ബഹുമാനായ തങ്ങൾ കണ്ണൂരിൽ നിന്ന് മീഡിയാസിനോട് ഞങ്ങൾ ഗുണമേന്മയാണ് നോക്കിയത്. അതാണ് മെയിൻ റോഡിലെ സ്ഥലം കാണുമ്പോൾ ഗുണമേന്മ. ഒരുപാട് പ്രയാസമുണ്ട്. പക്ഷേ ഇച്ഛാശക്തിയോട് കൂടി കാര്യങ്ങൾ നടത്തണം എന്നുള്ളതാണ്. പിൻവാങ്ങണില്ല. ഏത് കാര്യങ്ങൾ നടത്തണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എനിക്കുമുണ്ട്. അതിനൊക്കെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ഉണ്ടാവണം. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നല്ലൊരു റെക്കോർഡ് വോട്ടിന് എന്നെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. സബറുള്ള നമ്മുടെ നിയോജകമണ്ഡലം കമ്മിറ്റി ഇവിടെ വായിക്കുന്നു. പ്രിയമുള്ളവരെ, സംസാരിക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ഇവിടെ വായിക്കാനാണുള്ളത്. അതിനു മുമ്പ് ഇവിടെ സംസാരിച്ച